കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തീം ബേസ്ഡ് ആയിട്ടുള്ള ഒട്ടനവധി മ്യൂച്വൽ ഫണ്ടുകളുടെ NFO നമ്മുടെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള തീം ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ. UTI മ്യൂച്വൽ ഫണ്ട്, UTI കോൺ ഫണ്ട് എന്ന പേരിൽ പുതിയൊരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്കീം ജനുവരി 2-ാം തീയതി മുതൽ ജനുവരി 16-ാം തീയതി വരെയും സബ്സ്ക്രിപ്ഷന് ഓപ്പൺ ആണ്. ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയെക്കുറിച്ച് പല വീഡിയോകളിലും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും റീസെൻ്റ് ആയിട്ട് പല മ്യൂച്വൽ ഫണ്ടുകളും ഈ തീം ഫോളോ ചെയ്തുകൊണ്ട് ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ SBI മ്യൂച്വൽ ഫണ്ട് അവരൊരു കോൺ ഫണ്ട് ലോഞ്ച് ചെയ്തിരുന്നു. ആ ഫണ്ട് ലോഞ്ച് ചെയ്ത സമയത്തും എന്താണ് കോണ്ട് സ്ട്രാറ്റജി, എങ്ങനെയാണ് കോൺ ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിങ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ഗെയിൻ ലഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിരുന്നു. സാധാരണയായിട്ട് പല രീതിയിലുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജികൾ മ്യൂച്വൽ ഫണ്ടുകൾ ഫോളോ ചെയ്യാറുണ്ട്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഫണ്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ സാധാരണയായിട്ട് റിസർച്ചിൻ്റെ ബേസിസിൽ ഫണ്ട് മാനേജേഴ്സ് തന്നെ കാലാകാലങ്ങളിൽ വരുന്ന മാർക്കറ്റിലുള്ള ചേഞ്ചുകൾ അനുസരിച്ചോ അല്ലെ ആ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ചോ സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് നിക്ഷേപം നടത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് സെക്യൂരിറ്റി വാങ്ങണം, ഏത് സെക്യൂരിറ്റി വിൽക്കണം, ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് മിഷനാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ചില ബേസിക് ഡീറ്റെയിൽസിൻ്റെ ബേസിസിൽ കമ്പ്യൂട്ടർ തന്നെ മാർക്കറ്റിലെ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ആ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഏതൊക്കെ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തണം, ഏതൊക്കെ സെക്യൂരിറ്റികളിൽ നിന്ന് പണം വിഡ്രോ ചെയ്യണം, എന്തൊക്കെ റീഅലോക്കേഷൻ ചെയ്യണം, ഇതേപോലെയുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് ബേസിക്കലി സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ്. പലപ്പോഴും ഇതേപോലെയുള്ള സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ ഈവൻ ട്രേഡ് വരെയും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ഹെൽപ്പ് കൂടാതെ തന്നെ സിസ്റ്റം തന്നെയാണ്. ഇതേപോലെയുള്ള സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസിനോടൊപ്പം തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഈ കോണ്ട് സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഫണ്ട് ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം സിസ്റ്റത്തിൽ ഫീഡ് ചെയ്യുന്നതിനും അതിനുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതും മനുഷ്യർ തന്നെയാണ്. എന്നാൽ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലെ സിറ്റുവേഷൻസ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലോ അല്ലെങ്കിൽ ഓരോ മിനിറ്റിലോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ട് ഈ പ്രോഗ്രാമിൽ കാലാകാലങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയോ ചേഞ്ചസ് വരുത്തുകയോ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ് എക്സിക്യൂഷൻ ചിലപ്പോൾ തെറ്റായിട്ടുള്ള രീതിയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ കോൺ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ അവർ ഏത് സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നത്, ബേസിക്കലി മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ അനുസരിച്ച് അവർ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ആ സിസ്റ്റത്തിൽ കാലാകാലങ്ങളിൽ ചേഞ്ചസുകൾ വരുത്തിയിട്ടില്ല എങ്കിൽ പലപ്പോഴും തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുകൾ എടുക്കുവാനും അതോടൊപ്പം തന്നെ ഫണ്ടിന് നഷ്ടം വരുവാനുമായിട്ടുള്ള ചാൻസുകളുണ്ട്. ഈ UTI കോൺ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. മൊമെൻറ്റം, ക്വാളിറ്റി, ലോ വോളറ്റാലിറ്റി, വാല്യൂ എന്നിങ്ങനെ 4 സ്ട്രാറ്റജികളാണ് ഈ ഫണ്ടിൽ ഫോളോ ചെയ്യുന്നത്. കാലാകാലങ്ങളിൽ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ അനുസരിച്ച് ഈ പറയുന്ന 4 സ്ട്രാറ്റജികളിൽ ഏതാണോ ആ സമയത്ത് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ആ സ്ട്രാറ്റജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികൾ വാങ്ങുകയും, എന്നാൽ പൂവറായിട്ട് പെർഫോം ചെയ്യുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫാക്ടർ ഏതാണോ അങ്ങനെയുള്ള സെക്ടറുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാക്ടറുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റികൾ ഈ പോർട്ട്ഫോളിയോയിൽ വേണ്ട റീഅലൊക്കേഷനും ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണയായിട്ട് മൊമെൻറ്റം സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് മാർക്കറ്റിൽ വരുന്ന പല സെക്യൂരിറ്റികളുടെയും പെട്ടെന്നുള്ള അപ്മൂവ്മെൻറ്റ്, ഇതൊക്കെ പെട്ടെന്ന് ക്യാപിറ്റലൈസ് ചെയ്ത് അതിൽ നിന്ന് ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഈ മൊമെൻറ്റം സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. എന്നാൽ ക്വാളിറ്റി ഫാക്ടർ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ROC, ഫൈനാൻഷ്യൽ ലിവറേജ്, EPS ഗ്രോത്ത്, വേരിയബിലിറ്റി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് സാധാരണയായിട്ട് ക്വാളിറ്റി ഫാക്ടർ ബേസ് ചെയ്യുന്നത്. വാല്യൂ ഫാക്ടർ മെയിനായിട്ട് ചെയ്യുന്നത് വാല്യുവേഷൻ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. PE റേഷ്യോ, PV റേഷ്യോ, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ്, ഇതേപോലെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും വാല്യൂ
ഫാക്ടർ ഫോളോ ചെയ്യുമ്പോൾ ഫണ്ട് മാനേജർ കെയർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള 4 സ്ട്രാറ്റജികൾ മാർക്കറ്റിൻ്റെ ചേഞ്ചസുകളും കണ്ടീഷനും അനുസരിച്ച് മാറ്റം വരുത്തി പോർട്ട്ഫോളിയോയിൽ റീഅലോക്കേഷൻ നടത്തിയാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇതുവരെയായും നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല, KYC ഫോർമാലിറ്റികൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ യാതൊരുവിധ ഫിസിക്കലായിട്ടുള്ള പേപ്പർ വർക്കും കൂടാതെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് നിക്ഷേപങ്ങൾ നടത്തണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിന് അനുസൃതമായി നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും. ഈ ഫണ്ടിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപയാണ്. പിന്നെ 1 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഈ ഫണ്ടിൽ നിക്ഷേപം നടത്താം. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് 90 ദിവസത്തിനകം പണം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 1% റിഡംഷൻ ഫീസ് ഉണ്ട്. 90 ദിവസത്തിന് ശേഷമാണ് പൈസ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ റിഡംഷൻ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പണം വിഡ്രോ ചെയ്യാം. ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെയാണ്. ഇതൊരു തീം ബേസ്ഡ് ഫണ്ടാണെങ്കിലും ഇതൊരു ഡൈവേഴ്സിഫൈഡ് ഫണ്ടിൻ്റെ മോഡലിലായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്. ഇത് ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം വളരെ റിസ്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ ലോങ് ടൈമിലേക്ക് വേണം നിക്ഷേപം നടത്തുവാൻ. 6 മാസത്തേനോ അല്ലെങ്കിൽ 1 വർഷത്തേനോ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതിരിക്കുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200-ൽ കൂടുതൽ വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.